ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ആറാം ഘട്ടത്തിലേക്കുള്ള വിജ്ഞാപനവും നാളെ. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യത. കേരളത്തിൽ പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇറാൻ പിടിച്ചെടുത്ത ചരക്കുകപ്പലിലെ ഇന്ത്യക്കാരെ ഉടൻ മോചിപ്പിക്കാൻ തീരുമാനം. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 95 പാർലമെന്റ് സീറ്റുകളിൽ അടുത്ത മാസം 7-നാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 1351 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളിലും ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലും മൂന്നാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. കർണാടകയിലെ 14-ഉം ഉത്തർപ്രദേശിലെ 10-ഉം മധ്യപ്രദേശിലെ 8-ഉം ഛത്തീസ്ഗഡിലെ 7-ഉം ബീഹാറിലെ 4-ഉം അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ 4 വീതം മണ്ഡലങ്ങളും ജമ്മുകശ്മീരിലെ 1-ഉം ദാദ്ര നഗർ ഹവേലി ദാമൻ ഡ്യൂയിലെ 2 മണ്ഡലങ്ങളും മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിൽ ഇന്നും നാളെയുമായി വിവിധ സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഇന്ന് രാവിലെ ബലഗാവിയിൽ നടന്ന പൊതുയോഗത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്തു. തുടർന്ന് ഉത്തര കന്നഡ ലോക്സഭാ മണ്ഡലത്തിലെ സിർസിയിലും ഉച്ചയ്ക്ക് ശേഷം ദാവൻഗരയിലും വൈകുന്നേരം ബെല്ലാരിയിലും പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. നാളെ ബാഗൽകോട്ടയിൽ പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. രാജ്യത്ത് നാലാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ തിങ്കളാഴ്ച വരെ പിൻവലിക്കാം. അടുത്ത മാസം 13-നാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 5-ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാം. മെയ് 20-നാണ് വോട്ടെടുപ്പ്. 6-ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. മെയ് 25-നാണ് 6-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലി രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയതടക്കം ചൂണ്ടിക്കാട്ടിയാണ് രാജി. കോൺഗ്രസിനെതിരായി രൂപീകരിച്ച പാർട്ടിയുമായുള്ള സഖ്യത്തെ അംഗീകരിക്കാനാകില്ലെന്നും ഡൽഹി കോൺഗ്രസ് യൂണിറ്റ് ഇതിനെതിരാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് അയച്ച രാജിക്കത്തിൽ പറയുന്നു. ആം ആദ്മി പാർട്ടിയുടെ തെറ്റായ പ്രചരണങ്ങളിൽ ഡൽഹി കോൺഗ്രസിലെ പാർട്ടി പ്രവർത്തകർ അതൃപ്തരാണെന്ന് ശ്രീ ലവ്ലി ചൂണ്ടിക്കാട്ടി. തെലങ്കാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികളായ CPI-യും CPIM-ഉം കോൺഗ്രസിനെ പിന്തുണയ്ക്കും. ഇത് സംബന്ധിച്ച് ഇടതു നേതാക്കളുമായി ചർച്ച നടത്തിയതായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3-ാം ഘട്ടത്തിലേക്കുള്ള പ്രചാരണം പാരമ്യത്തിലെത്തി. ഗുവാഹത്തി, ബാർപേട്ട, കൊക്രാജാർ, ധുബ്രി മണ്ഡലങ്ങളിലായി 47 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മ, AIUDF അധ്യക്ഷൻ ബദറുദ്ദീൻ അജ്മൽ, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറ, അസം ഗണപരിഷത്ത് പ്രസിഡന്റ് അതുൽ ബോറ, ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് അധ്യക്ഷൻ ഹഗ്രാമ മഹിലാരി എന്നിവർ വോട്ടർമാരെ ആകർഷിക്കാൻ റാലികളും നടത്തുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത് ഷാ നാളെ ഗുവാഹത്തിയിൽ റോഡ് ഷോ നടത്തും. ഗുവാഹത്തി ലോക്സഭാ മണ്ഡലത്തിൽ BJP-യുടെയും കോൺഗ്രസിന്റെയും വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഗുജറാത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ചൂടുപിടിക്കുന്നു. BJP-യിലെയും കോൺഗ്രസിലെയും മുതിർന്ന നേതാക്കൾ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്തുണ്ട്. മുതിർന്ന BJP നേതാവ് രാജ്നാഥ് സിംഗ് ഇന്ന് സംസ്ഥാനത്ത് പ്രചാരണം നടത്തും. രാവിലെ അഹമ്മദാബാദിൽ വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം പിന്നീട് ഖംഭാട്ടിലും ഭാവ്നഗറിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വിയും ഇന്ന് ഗുജറാത്തിൽ പ്രചാരണത്തിനുണ്ട്. നാളെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പഠാനിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ശക്തമാകുന്നു. മുതിർന്ന BJP നേതാവ് അമിത് ഷാ ഉത്തർപ്രദേശിൽ ഇന്ന് 3 റാലികളെ അഭിസംബോധന ചെയ്യും. കാസ്ഗഞ്ച്, മെയിൻപുരി, ഇറ്റാവ, കാൺപൂർ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുന്നതിന് പുറമെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാൺപൂരിൽ പാർട്ടി പ്രവർത്തകരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ യോഗി ആദിത്യനാഥ് നാളെ ബറേലി, ബദായൂൺ, ഇറ്റാ ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് റാലികൾ അഭിസംബോധന ചെയ്യും.
സന്ദേശ് ഖാലി സംഭവത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ കുറ്റപ്പെടുത്തി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. സന്ദേശ് ഖാലിയിലെ സ്ത്രീകൾക്ക് ഭീഷണിയായി സാമൂഹ്യ വിരുദ്ധർ ഇപ്പോഴുമുണ്ടെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ആരോപിച്ചു. പശ്ചിമബംഗാളിൽ മമതാ സർക്കാർ അരാജകത്വമുണ്ടാക്കുന്നതായി അന്വേഷണ ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണത്തെ പരാമർശിച്ച് ശ്രീ നദ്ദ പറഞ്ഞു. അതേസമയം സന്ദേശ് ഖാലി സംഭവത്തിൽ കുറ്റക്കാരായവരെല്ലാം ജയിലിലാണെന്നും ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയനായ MP ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ബിജെപി എന്തിനാണ് സംരക്ഷിക്കുന്നതെന്നും TMC നേതാവ് സാഗരിക ഖോസെ പ്രതികരിച്ചു. ഔട്ടർ മണിപ്പൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ ഏപ്രിൽ 30 രാവിലെ 7 മുതൽ വൈകുന്നേരം 4 വരെ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26 ഈ 6 പോളിംഗ് സ്റ്റേഷനുകളിൽ നടത്തിയ വോട്ടെടുപ്പ് അസാധുവായി ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ അടുത്ത 5 ദിവസം കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിലും പശ്ചിമബംഗാളിലും കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ബീഹാർ, ഝാർഖണ്ഡ്, തെലങ്കാന, റായൽസീമ, കർണാടക, തമിഴ്നാട്, കിഴക്കൻ ഉത്തർപ്രദേശ്, മാഹി, കൊങ്കൺ, പശ്ചിമ ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഇറാൻ പിടികൂടിയ ചരക്കു കപ്പലിലെ ജീവനക്കാർക്ക് ഇന്ത്യൻ സ്ഥാനപതിയെ കാണാൻ അവസരമൊരുക്കി രാജ്യം. 2 ആഴ്ച മുൻപാണ് സമുദ്ര അതിർത്തിയിൽ നിന്ന് പോർച്ചുഗീസ് പതാകയുള്ള ചരക്കു കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരുടെ മോചനം ഒരു മാനുഷിക വിഷയമായി പരിഗണിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലെ 16 ഇന്ത്യക്കാരായ ജീവനക്കാരെ തിരിച്ചെത്തിക്കുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നും അവ ഉടൻ പരിഹരിക്കാൻ സാധിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ബന്ദിയാക്കപ്പെട്ട കപ്പൽ ജീവനക്കാരെ ഇന്ത്യൻ പ്രതിനിധികൾ നേരിൽ കാണുന്നുണ്ടെന്നും അവരുടെ കുടുംബാംഗങ്ങളുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയിലെ ഗ്വാങ്ഷൌവിൽ ഇന്നലെയുണ്ടായ ചുഴലിക്കാറ്റിൽ 5 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ദക്ഷിണ ചൈനയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കനത്ത മഴയും വെള്ളപ്പൊക്കവും അനുഭവപ്പെടുകയാണ്. 141 ഫാക്ടറി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ വീടുകൾ തകർന്നിട്ടില്ലെന്നാണ് വിവരം. സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമാക്കി ഇറാഖ് പാർലമെന്റ്. ഇത് സംബന്ധിച്ച നിയമം പാർലമെന്റ് പാസാക്കി. സ്വവർഗ ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് 15 വർഷവും അത് പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് 7 വർഷവുമാണ് തടവ് ശിക്ഷ. ഇതുകൂടാതെ ലിംഗമാറ്റം വരുത്തുന്നവർ, വസ്ത്രധാരണത്തിൽ സ്ത്രൈണഭാവം വരുത്തുന്നവർ എന്നിവർക്ക് 1 മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കും. 130-ലധികം രാജ്യങ്ങളിൽ സ്വവർഗ ലൈംഗികത നിയമപരമാണെങ്കിലും 60-ലധികം രാജ്യങ്ങൾ ഇത് ക്രിമിനൽ കുറ്റമാക്കിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ISL ഫുട്ബോൾ 2023-24 സീസണിന്റെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. രണ്ടാം പാദ സെമി ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഒഡീഷ FCയും ഏറ്റുമുട്ടും. രാത്രി 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. നാളെ നടക്കുന്ന രണ്ടാം പാദ സെമിയിൽ മുംബൈ ഗോവയെ നേരിടും. ഈ വർഷം ലക്ഷദ്വീപിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്നവർക്കായി ലക്ഷദ്വീപ് സ്റ്റേറ്റ് ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചു. 44 പുരുഷന്മാരും 48 സ്ത്രീകളും ഉൾപ്പെടെ 92 പേരാണ് ലക്ഷദ്വീപിൽ നിന്നും ഇത്തവണ ഹജ്ജ് കർമ്മങ്ങൾക്കായി ജൂണിൽ കൊച്ചിയിൽ നിന്നും യാത്ര തിരിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത്. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 6ാം ഘട്ടത്തിലേക്കുള്ള വിജ്ഞാപനവും നാളെ. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യത. കേരളത്തിൽ പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇറാൻ പിടിച്ചെടുത്ത ചരക്കു കപ്പലിലെ ഇന്ത്യക്കാരെ ഉടൻ മോചിപ്പിക്കാൻ തീരുമാനം. IPLൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.